115 സങ്കീർത്തനം 12 വാക്യത്തിന്റെ ആദ്യ ഭാഗം. 115 സങ്കീർത്തനം 12 വാക്യം, അതിന്റെ ആദ്യ ഭാഗം. യഹോവ നമ്മെ ഓർത്തിരിക്കണം. ഈ വാക്കിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്കും നാം 3 വാക്കുകളും നാം വേർതിരിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഹോവയെ കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ആ യഹോവ തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പാപത്തെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്ന ഒരു യഹോവയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ആ യഹോവ മഹത്വസമ്പൂർണനായ യഹോവയാണ് നമുക്ക് പഴയ നിയമത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം തന്നോട് പറയുന്നൊരു വാക്ക്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്നാണ്. ദൈവത്തിന്റെ സാന്നിധ്യം പോലും അത്രമാത്രം മഹത്വമായിരുന്നു, മഹത്വ സമ്പൂർണനായ ദൈവമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് സ്വർഗത്തിലെ ദർശനം കാണുമ്പോൾ സ്വർഗീയ ജീവികൾ ഈ യഹോവയെ ആരാധിക്കുന്നത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തങ്ങളെ തന്നെ സമ്പൂർണമായി മറച്ചുകൊണ്ട് സ്വർഗീയ ജീവികൾ മഹത്വ സമ്പൂർണനായ ദൈവത്തെ അവർ ഏറ്റവും ഭയത്തോടെ ആരാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് തിമോഥെയോസിന് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുന്നത്, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ എന്നാണ്. ആ ഉന്നതനായ ദൈവം, ശ്രേഷ്ഠനായ ദൈവത്തെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതും തന്റെ മഹത്വം ഒട്ടും കുറവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ദൈവമാണ് നാം വായിക്കുന്നത് നമ്മെ സ്നേഹിച്ചു എന്ന്. നമ്മെക്കുറിച്ച് റോമാലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നാം പാപികൾ, നാം ബലഹീനർ, നാം ശത്രുക്കൾ, ദൈവസന്നിധിയിലേക്ക് ഒരു കാലത്തും അടുത്തു വരുവാനായിട്ട് യാതൊരു യോഗ്യതയും നമുക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ ദൈവം നമ്മെ ഓർത്തു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. ദൈവം നമ്മെ ഓർത്തപ്പോൾ നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പിതാവേ നീ എന്നെ കൈവിട്ടത് പുത്രനെ കൈവിടുവാനായിട്ടിടയായി തീർന്നു. നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ആ സോദോം പട്ടണത്തിന്റെ മുകളിൽ തന്റെ ഉഗ്രകോപം വെളിപ്പെടുത്തുമ്പോൾ ലോത്തിനെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ ജലപ്രളയത്തിൽ ദൈവം നോഹയെ ഓർത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവരൊക്കെ ദൈവത്താൽ ഓർക്കപ്പെടുവാനായിട്ടുള്ള കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ദൈവത്തെ അതുപോലെ അനുസരിച്ചു എന്നുള്ളതാണ്. എന്നാൽ യഹോവ നമ്മെ ഓർത്തു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് എന്ത് യോഗ്യതയുണ്ടായിരുന്നു? ഒരു യോഗ്യത നമുക്കുണ്ടായിരുന്നില്ല. നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു, നാം ദൈവത്തോട് പാപികളായിരുന്നു, പാപമുഖാന്തരം നാം ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരായിരുന്നു. ഒരു കാലത്തും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് 10-ാം തലമുറയ്ക്ക് പോലും നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നമ്മെ ഓർത്തപ്പോൾ തന്റെ പുത്രനെ നമുക്കായിട്ട് തകർത്ത് കളവാനായിട്ട് ഇടയായി. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ ഇന്ന് രാവിലെ നാം ഓർക്കുമ്പോൾ പാട്ടുകാരുടെ വാക്കുകൾ നമുക്ക് ചേർന്ന് ഇങ്ങനെ പറയാനായിട്ട് കഴിയും. ഗെത്സമനെ ഇടം ഞാൻ മറന്നിടുമോ ദിവ്യത. ഓക്കെ, നമുക്കത് മറക്കാനായിട്ട് കഴിയില്ല. നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഈ സാധനപാഠങ്ങളിലൂടെ നാം ഓർക്കുന്നതാണ്. നമുക്ക് വേണ്ടി തകർന്ന ദൈവകുഞ്ഞാട്, നമുക്ക് വേണ്ടി അടികളേറ്റ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, അവൻ നമ്മെ സ്നേഹിച്ചപ്പോൾ, വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ നന്ദിയോടെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ വീഴാം. തന്റെ പുത്രന്റെ രക്തത്താൽ നമുക്ക് സാധിപ്പിച്ച വീണ്ടെടുപ്പിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ സാധന പാഠങ്ങളിലൂടെ ദൈവകുഞ്ഞാടിനെ ഓർത്ത് നെടുമ്പാട് വീടുന്ന ഇന്ന് രാവിലെ സഭയെ നമുക്ക് അവനെ ഒരുമിച്ച് ആരാധിക്കാം. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാം.